വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്നൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു സീലും ഉണ്ട്. അത് രണ്ടും ഞാൻ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പോകുന്നു. സോ ഒന്ന് വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയൊരു നനവുണ്ട്. സോ ഞാൻ ഒരു ടവൽ വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ആ ബോട്ടിൽ ചുറ്റുള്ള കയറെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഷാർപ്പ് ബ്ലേഡ് ഇട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ടിപ്പ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ അതൊന്ന് ഉരുകി വരും. ഉരുകി വന്ന പോർഷൻ ചെറുതായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ഉരുകിയ പോർഷൻ സെറ്റായി കിട്ടും. ഇങ്ങനെ ഉരുക്കി എടുക്കുന്നതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുമ്പം അങ്ങനെ ഉരുക്കില്ല എന്നുണ്ടെങ്കിൽ ആ കയറിൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് പിരിന്ന് വരും. ആ പിരിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉരുക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ഈ കയർ ബോട്ടിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്ത പശ ഫെവിക്കോളിൻ്റെ വുഡ്ഫിൽ എന്ന് പറഞ്ഞൊരു പശയാണ്. ഇനി ആ കയർ ഞാൻ ബോട്ടിൽ ഒട്ടിക്കാൻ പോവുകയാണ്. പക്ഷേ ആ ബോട്ടിലിൻ്റെ ടോപ്പ് എൻഡ് തൊട്ട് താഴെ വരെ ഞാൻ കയർ ഒട്ടിക്കുന്നില്ല. ആക്ച്വലി ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് എൻഡ് തൊട്ട് ഇതാ ഇതുവരെ ഈ ഒരു പോർഷൻ വരെ ഒരു ബൾബിൻ്റെ പോർഷനാണ്. ഇവിടെ ആ അടപ്പ് അടച്ചിരുന്നതിൻ്റെ ഡിസൈനും പിന്നെ ആ ഒരു സീലിൻ്റെയും കൂടിയുള്ള ഡിസൈനാണ്. സോ ഇതിന് താഴെ ഒരു കുഴിവുള്ള പോർഷനുണ്ട്. ഈ കുഴിവിട്ട് താഴോട്ടാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. കയർ അവിടെ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പശ അപ്ലൈ ചെയ്യുക. ഒരുപാടൊന്നും മാറി ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു 2 to 3 minutes വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും അതൊന്ന് ഒട്ടും. പിന്നെ നിങ്ങൾ പയ്യെ ഒന്ന് ചുറ്റി ഓരോ റോളായിട്ട് എടുക്കുക. 1-2 ലെയറൊക്കെ ചുറ്റിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അത്യാവശ്യം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സ്പേസ് വരും, അത് കാണാൻ ഭയങ്കര വൃത്തികേടാണ്. സോ അങ്ങനെ ഒരു 3-4 ലെയറൊക്കെ ചുറ്റി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ചുറ്റിയത് വരെ ഉള്ള പോർഷൻസിൽ ജസ്റ്റ് ഒന്ന് പശ അപ്ലൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ എടുത്തു കഴിഞ്ഞാൽ ആ ചുറ്റിയ പോർഷൻ മൊത്തം അഴിഞ്ഞു വരും. പിന്നെ തൊന്നേന്ന് ചുറ്റണം, അത് ഭയങ്കര പാടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ പശ അപ്ലൈ ചെയ്യുക. കയറിങ് ഇതുവരെ ചുറ്റിയപ്പോൾ തന്നെ അതിനിടയ്ക്ക് അത്യാവശ്യം സ്പേസ് വന്നിട്ടുണ്ട്. സോ ആ കയറിങ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എഗെയിൻ അതിൻ്റെ ബാക്കി പോർഷൻ സെയിം മാനറിൽ കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ബോട്ടിൽ ഞാൻ കയർ ചുറ്റി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെ കയർ ചുറ്റുന്നുള്ളൂ. ഇതിന് താഴോട്ട് ഞാൻ കയർ ചുറ്റുന്നില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇതിന് താഴോട്ടുള്ള പോർഷൻസ് അത്യാവശ്യം കൗഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. സോ ഇതൊരു പ്ലാസ്റ്റിക് കയറാണ്. ആ ഒരു പോർഷനിൽ കയർ ഒട്ടി നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കയറാണെങ്കിൽ ഓഫ് കോഴ്സ് ഒട്ടി നിൽക്കും. പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ല. സോ ഞാൻ ഇവിടെ വരെ ഒട്ടിക്കുന്നുള്ളൂ. അങ്ങനെ ബോട്ടിലുള്ള പണിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ബോട്ടിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിൽ ഒരു അടപ്പുണ്ടാക്കാൻ പോകുന്നത്. അടപ്പ് നമ്മൾ വുഡിലാണ് ചെയ്യണത്. ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് തടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 7 cm ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തടി എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം ഈട് നിൽക്കുന്ന തടി തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ആ തടിയുടെ പുറമേയുള്ള തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ആ തൊലി റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ കുഞ്ഞ് തടിയുടെ സെൻറ്ററിൽ ഒരു 1 mm ഡെപ്തിൽ ഒരു കുഞ്ഞ് കട്ടിങ് ഉണ്ടാക്കിയെടുക്കുക. ആ കട്ടിങ് ഒരു സർക്കിൾ പോലെ തന്നെ ആ ഒരു വുഡിന് ചുറ്റും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 5 mm മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അവിടെയും ഇതുപോലെ 1 mm ഡെപ്തൊന്നും വേണ്ട, പക്ഷേ ഒരു കുഞ്ഞ് സർക്കിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം മാർക്ക് ചെയ്ത 1 mm ഡെപ്തുള്ള കട്ടിന് താഴോട്ടുള്ള പോർഷൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇതുപോലെ സ്ലൈസ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ തടി കാണാനായിട്ടുണ്ടാവുക. എന്നിട്ട് അതിന് മേളിൽ നമ്മൾ രണ്ടാമതുണ്ടാക്കി ആ കട്ടിൽ നിന്ന് നേരെ 2 സൈഡും ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരുപോലെ കട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, പക്ഷേ ഫുള്ള് കട്ട് ചെയ്യേണ്ട. മിഡ് പോർഷൻ ഇതുപോലെ ഉണ്ടായിരിക്കും. മിഡ് പോർഷൻ ഒരുപാട് തിക്നെസ് ഒന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് തിക്നെസ് ഒക്കെ തന്നെ മതി. കാരണം നമുക്ക് അവിടെ ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പം തിക്നെസ് കൂടുന്തോറും ഹോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ സൈഡ് രണ്ടും കട്ട് ചെയ്തെടുത്ത് ആ ഒരു തടിയുടെ മേളിൽ ഈ കത്തി ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഒരു തടി വെച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കട്ടായി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ അടിച്ചിട്ട് അത് കട്ടായി വന്നില്ല. സോ ഞാൻ വീട്ടിൽ കറിക്ക് കരിയുന്നൊരു കത്തി എടുത്ത് ജസ്റ്റ് അതൊന്ന് അടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെയ്യുക, അത്യാവശ്യം ഷേപ്പാക്കി എടുക്കണം. സോ അത് അത്യാവശ്യം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടക്കൊരു ഹോൾ ഇടാൻ പോവുകയാണ്. അതിനാദ്യം ആ കത്തി വെച്ചിട്ട് കുഞ്ഞ് സ്ക്വയർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ബേസും സൈഡ്സൊക്കെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ചരിച്ച് ഇതുപോലൊരു കട്ടുണ്ടാക്കി എടുക്കുക. ഇതാണ് ഈ ലിഡിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഇതൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ പോളിഷ് ചെയ്യാനായിട്ട് 2 ടൈപ്പ് സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കുറച്ചൊന്ന് റഫായിട്ടുള്ളതും ഒന്ന് കുറച്ചൊന്ന് സ്മൂത്ത് ആയിട്ടുള്ളതും. റഫായിട്ടുള്ള സാൻഡ് പേപ്പർ വെച്ച് ആദ്യം അതിൻ്റെ പുറം ഒന്ന് നന്നായിട്ട് ഉരച്ച് പോളിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവണത്. എന്നിട്ട് ഫൈനലി അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ് പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉരച്ചെടുക്കുക. അപ്പോഴത്തേക്കും അതൊന്ന് ഫിനിഷ് ആയി കിട്ടും. ലാസ്റ്റ് അത് കാണാനായിട്ട് ഈ ഒരു ലുക്കിലായിരിക്കും ഉണ്ടാവുക. ഇനി അതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിലൊരു നൂല് കെട്ടുക. ഇതിൽ കെട്ടിക്കണ നൂലെന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പൂജിക്കാൻ കൊടുക്കുമല്ലോ, ആ ഒരു ടൈപ്പ് നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ലിഡിലുള്ള ഹോളിൻ്റെ ഒരു സൈഡിൽ ഞാൻ നൂല് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു നൂലിൻ്റെ മറ്റേ സൈഡ് നമ്മൾ ബോട്ടിലാണ് കെട്ടാൻ പോകുന്നത്. ആ ഒരു ലിഡും ആ ഒരു ബോട്ടിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൂലിന് എത്ര ലെങ്ത് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എനിക്കിഷ്ടപ്പെട്ടത്ര ലെങ്ത് എടുത്തിട്ടുണ്ട്. സോ അത് കെട്ടിക്കഴിഞ്ഞ് ഒന്ന് പശ വെച്ച് ഒട്ടിക്കുക. ആ ഒരു നൂല് ബോട്ടിൽ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയി. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ തീരുവാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എപ്പോഴും കാണാം. അതുവരെ ഗുഡ് ബൈ.